കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ MD രാമചന്ദ്രൻ പാലശ്ശേരി, അദ്ദേഹവും തൃശ്ശൂരുകാരൻ തന്നെയാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1998 പാർട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 2008 ഏകദേശം 10 വർഷത്തിന് ശേഷം ഇതൊരു ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. കമ്പനി നാളിതുവരെ ചെയ്തു വന്നിരുന്നത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ട് നിരവധി കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ, MLM സോഫ്റ്റ്വെയർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി, ഒരു IT കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനി. കമ്പനി വേൾഡിൽ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത് ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ്. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഏതൊരു കമ്പനിയിലേക്കും അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ലീഗൽ വശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവിടെ 27 വർഷമായിട്ട് നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റുകൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളും ക്രോമിലും ഒക്കെ കയറിയിട്ട് mysaving.in വെബ്സൈറ്റിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ കേരള കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ലീഗൽ പേപ്പേഴ്സും ലീഗൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി വിസിറ്റ് ചെയ്യാം, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് MD കാണാൻ സംസാരിക്കാം. അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പൊ 100-110% ലീഗൽ ആൻഡ് ജെന്യൂൻ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിന്റെ പ്രൊഡക്റ്റ്, ഈ ഒരു കമ്പനി 27 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, മിക്ക MLM കമ്പനികളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ജനങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കും. ഒന്നുകിൽ നമുക്ക് കഴിക്കാനുള്ളതോ അതല്ലെങ്കിൽ ക്ലീനിങ് ഐറ്റംസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കമ്പനിയിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു IT കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സേവ് ആപ്പ്, സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്ന് പറയുന്ന ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഓരോ മനുഷ്യനും അല്ലെ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങളിലും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ, അവരുടെ ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ആയി കിട്ടും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതോടെ. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, നിലവിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണ് ഇത്. ഇപ്പൊ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സേവ് ആപ്പ് എന്നോ സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിലെ ഫീച്ചേഴ്സുകൾ എന്ന് പറയുമ്പോൾ 16ഓളം ഫീച്ചേഴ്സുകൾ ഈ ഒരൊറ്റ ഒരു സേവ് ആപ്പിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് 16ഓളം ഫീച്ചേഴ്സുകൾ. ഒരു മണി മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതോടെ പേയ്മെന്റ്സ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിങ്, അതുപോലെ തന്നെ അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, പിന്നെ അതിൻ്റെ ടാസ്ക്, ഡയറി, ഡ്രീം, യൂട്ടിലിറ്റി സർവീസ് ആയാലും മൊബൈൽ റീചാർജ്, DTH റീചാർജ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 16 തരം ഫീച്ചറുകളാണ് വരുന്നത്. ഇപ്പൊ പേയ്മെന്റ്സിനെ കുറിച്ച് പറയാണ്, നമ്മൾ എന്തിനാണ് ശരിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്? പല ആളുകളുടെ ചോദ്യമായിരിക്കും. നമുക്കറിയാം, നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും, നമ്മൾ എത്ര പൈസയുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എത്ര വരുമാനം ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു നീക്കിയിരിപ്പില്ല, ഒരു സേവിങ്സ് ഉണ്ടാവുന്നില്ല. നമുക്ക് കിട്ടുന്ന സാലറി അതല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം 1-ാം തീയതിയോ അതല്ലെങ്കിൽ 5-ാം തീയതിയൊക്കെ ഇപ്പൊ പൈസ നമ്മളിലേക്ക് വന്നു എന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-ാം തീയതി 20-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും പല വഴിയിലൂടെയും പൈസ പോയിട്ടുണ്ടാവും. കാരണം പല ആളുകളും പൈസ കിട്ടുന്നതിന് മുമ്പ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഈ മാസം ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു ശമ്പളം കിട്ടി, ഒരു 20,000 രൂപ അല്ലെ 15,000 രൂപ 30,000 രൂപയ്ക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൽ നിന്നും
സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 3000 രൂപ 5000 രൂപ നമുക്ക് എത്രയാണ് പറ്റുന്നത് ആ രീതിയിൽ ചെറിയ രീതിയിലേക്ക് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ തയ്യാറെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ചെലവിന് വേണ്ടി തുക കണ്ടെത്തുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സേവിങ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പൊ പേയ്മെന്റ്സ് റെസിപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഓരോ ദിവസങ്ങളിൽ ചിലവായി പോകുന്ന പൈസ എത്രയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ബുക്കിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെക്കും. എന്തിന്? നമ്മുടെ പൈസ എങ്ങനെ എവിടെ ചെലവാകുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ ഈ സേവ് ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ മാസം നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ട്, ചെലവായിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസം അല്ലെ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര പൈസ എവിടെ എങ്ങനെ ചെലവായിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എവിടെ പോയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഡിജിറ്റലായിട്ട് കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓരോ ദിവസങ്ങളിലും നമ്മുടെ കയ്യിൽ നിന്നും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെലവായി പോകുന്നുള്ള പൈസ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വീടുകളിലൊക്കെ എത്ര ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ട്, അതിലെ വണ്ടിക്ക് എത്ര പെട്രോൾ അടിച്ചു, ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പൈസ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചെലവാകുന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ, ഞാൻ നേരത്തെ പറഞ്ഞ ശമ്പളമായിട്ടോ അല്ല മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് പൈസ ഒന്നോ രണ്ടോ സോഴ്സിലൂടെ ആയിരിക്കും പൈസ വരുന്നുണ്ടാകുക. അത് നമുക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിക്കാം. പിന്നെ വാലറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് വേണ്ടുന്ന തുക നമുക്ക് 10,000 രൂപയാണോ ചെലവിന് വേണ്ടുന്ന തുക നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് വെക്കുക. ഡിജിറ്റലായിട്ട് ആഡ് ചെയ്ത് വെക്കുന്ന ഇതിൽ 20,000 രൂപയുടെ എത്രയാണ് വേണ്ടത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഇപ്പൊ പേയ്മെന്റ്സ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ മൈനസ് ആയിട്ട് വരുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പം ഓൾറെഡി ഒരു മാസത്തേക്ക് വേണ്ടുന്ന തുക ഏറ്റവും ടോപ്പിൽ ഓപ്പണിംഗ് ബാലൻസ് 40,000 രൂപ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെലവിന് വേണ്ടുന്ന ഗ്രോസറി ഐറ്റംസും ബാക്കിയുള്ള ചെലവും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 40,000 രൂപ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇപ്പം എന്തെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ടൂർ ആൻഡ് ട്രാവൽസ് സെന്റർ അവിടെ കാണാൻ വേണ്ടി പറ്റും 150 രൂപ പേയ്മെന്റ്സ് കൊടുത്തതാണ്. അത് ഇവിടെ എനിക്ക് മൈനസ് ആയിട്ടുണ്ട്. അതുപോലെ ഗ്രോസറി 1618 വാങ്ങിച്ചു, അത് മൈനസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് 370 രൂപ 474 630 30 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ മൈനസ് ആയി വരും. ഈ 40,000 നിന്നും ലെസ് ആയിട്ട് വരും. അപ്പൊ ഞാൻ 40,000 രൂപയുടെ ഒരു മാസത്തേക്ക് എനിക്ക് വേണ്ട ചെലവിന് വേണ്ട തുക വെച്ചിട്ടുള്ളത്. ഇവിടെ എനിക്കിപ്പം ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും മൈനസ് ആയിട്ടുള്ളത് അവിടെ 2,781 രൂപ. അപ്പൊ 42,781 രൂപയുടെ എന്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഈ മാസം നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ സ്കൂൾ പ്രൊഫഷണൽസൊക്കെ ആയിട്ട് ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചെലവുകൾ വന്നിട്ടുള്ളത്. അല്ല ഇതൊക്കെ ഞാൻ 40,000 കൃത്യമായിട്ട് ഒരു മാസത്തേക്കുള്ള തുക ആഡ് ചെയ്ത് വെക്കല് അത് ഇത്രയൊന്നും വരൂല, കുറഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. സാധാരണ ഒരു 25,000 30,000 ഒക്കെ കിട്ടും. കാരണം നമുക്ക് സേവിങ് മനോഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ആണെങ്കിൽ ഈ 40,000 ആഡ് ചെയ്തുള്ളത് ഈ പറഞ്ഞ പോലെ 50,000 60,000 ഒക്കെ എത്തിയിരുന്നു. പക്ഷെ നമുക്കൊരു മണി കൺട്രോളിങ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ഫീച്ചേഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നതോടേക്ക്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലായിട്ട് ബില്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ആളുകൾക്ക് നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബില്ലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തോളാം, ഡിജിറ്റലായിട്ട് ബില്ല് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് മാനേജർ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസ്വേഡുകളൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഫീച്ചറിൽ. പിന്നെ ഡോക്യുമെന്റ് മാനേജർ, നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ മറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് രേഖകൾ നമുക്ക് ഇത് മിസ് ചെയ്യാതിരിക്കും. ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആളുകൾക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫയലിൽ എടുത്തു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടണമെന്നില്ല ഗ്യാലറിയിലൊക്കെ നോക്കുന്ന സമയത്ത്. കാരണം 1,500 2,000 2,500 ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു ആധാർ കാർഡൊക്കെ ഒരാൾ ചോദിച്ചാൽ എടുത്തു കൊടുക്കുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡോക്യുമെന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഏതാണ് വേണ്ടത് അതവിടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടാസ്ക് ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഡയറി ഒക്കെ എഴുതുന്നവരൊക്കെയുണ്ട്. ഇവിടെ നമുക്കൊരു വോയിസ് നോട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറി രൂപത്തിലൊക്കെ വരും. പിന്നെ നമുക്ക് ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഗോൾസും കാര്യങ്ങളൊക്കെ. അതിന്റെ കൂടെ യൂട്ടിലിറ്റി സർവീസ് ആയുള്ള മൊബൈൽ റീചാർജ്, DTH റീചാർജ് നമുക്ക് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ നല്ല രീതിയിലൊരു പാസീവ് ഇൻകം വരുന്ന ആളുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വിസിറ്റിംഗ് കാർഡ്, നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 16ഓളം ഫീച്ചേഴ്സുകളാണ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് വരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കറിയാം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇന്റഗ്ര അക്കാഡമിയുടെ മോർണിംഗ് സെഷൻ ട്രെയിനിങ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ മാനേജർ നൗഷാദ് സാറിന് ട്രാവലിംഗിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും മോർണിംഗിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം, മനസ്സിലാക്കാം. ഫീച്ചേഴ്സുകളൊക്കെ എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക അച്ചടക്കം ഓരോ വ്യക്തികളിലും അല്ലെങ്കിൽ കുടുംബങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറൊക്കെ മാറുകയാണെങ്കിൽ, കാരണം ഇത് നമ്മളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. 2021 ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിലേക്ക് പ്ലേ സ്റ്റോറിലേക്ക് കമ്പനി വെച്ചിട്ടുള്ളത്. ഏകദേശം 27 വർഷം കഴിഞ്ഞ കമ്പനി 2021 പ്ലേ സ്റ്റോറിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. കമ്പനി വെച്ചു കഴിഞ്ഞു. അത് കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. കൂടുതൽ ആളുകൾക്ക് ജനങ്ങൾക്ക് അറിയണമെങ്കിൽ കമ്പനിക്ക് ഇവിടെ എന്താണ് വേണ്ടത്? 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് സെലിബ്രിറ്റികളെ വെച്ചിട്ട്, നമുക്കറിയാം ബൈജൂസ് ആപ്പ് അതിൽ മിക്ക ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? സെലിബ്രിറ്റികളൊക്കെ വെച്ചിട്ട്, മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, ഷാറൂഖ് ഖാൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വെച്ചിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് പരസ്യങ്ങളിലൂടെ എത്തിക്കുന്നുണ്ടാകുക. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ആ ഒരു ആപ്ലിക്കേഷൻ ജനങ്ങൾ എത്രമാത്രം ഉപയോഗിക്കുന്നോ, വാങ്ങിച്ചാൽ മാത്രം ആ ഒരു കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഇത് ജനങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും സെലിബ്രിറ്റികൾക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളും കോടികളും ഇവിടെ കൊടുക്കേണ്ടി വരും, മമ്മൂട്ടിക്കോ മോഹൻലാലിനെ പോലുള്ള ആളുകൾക്ക്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കമ്പനി ഇതൊരു MLM സ്റ്റൈല്, ഡയറക്റ്റ് സെല്ലിങ്, ജനങ്ങൾക്ക് ഡയറക്റ്റ് എത്തിക്കുക, അതാണ് നമുക്ക് സേവ് ആപ്പ് തന്നിട്ടുള്ളത്. കമ്പനി ആരാണോ സേവ് ആപ്പ് ഉപയോഗിക്കുന്നത്, ആരാണോ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, അവർക്ക് തന്നെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 80% മുതൽ 90% കൊടുക്കുകയാണ്. സെലിബ്രിറ്റികൾക്കാകുമ്പോൾ 1-2 ആൾക്കാർക്ക് അവിടെ മുഴുവൻ പൈസയും കൊടുക്കേണ്ടി വരും. അതും ജനങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും കൊടുക്കണം നിർബന്ധമായിട്ട്. ഇവിടെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒന്നും വരുന്നില്ല. ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. യാതൊരു വിധത്തിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് പോയിന്റുകൾ കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള പർച്ചേസ് പോയിന്റുകൾ കിട്ടും. പർച്ചേസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമതൊരു പ്രൊജക്ട് കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. Safeguard.in ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം, സേവ് കാർഡ്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പർച്ചേസ് പോയിന്റ് ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഫ്രീ വെബ് കാർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ 2 വെബ് കാർഡ് കിട്ടും. ഒന്ന് നമുക്ക് ഈ സേവ് ആപ്പ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ് കാർഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതല്ലെങ്കിൽ എന്ത് ബിസിനസ് ആയി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ് കാർഡ് അത് കൂടി കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മിനി വെബ്സൈറ്റ് ആണ് കമ്പനി തരുന്നത്. ഇനി നമുക്ക് സേവ് ആപ്പിലൂടെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 3 വിധത്തിൽ ഇതിൽ കടന്നു വരാൻ വേണ്ടി പറ്റും. ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ എന്ന് പറഞ്ഞു. ഇതിൽ ഫ്രീ യൂസർ എന്ന് പറയുമ്പോൾ 1 രൂപ പോലും കൊടുക്കേണ്ട, 0 കോസ്റ്റ്. അതിൽ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാം. ആക്റ്റീവ് യൂസർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചുള്ള 16ഓളം ഫീച്ചേഴ്സുകളൊക്കെ വരുന്ന ഈ സേവ് ആപ്പ് ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുത്തുകൊണ്ട്. ഇതിന്റെ വില 3,999 പ്ലസ് 18% GST, ടോട്ടൽ 4,719 രൂപയാണ് ഒരു ആപ്ലിക്കേഷന്റെ വില. അത് വാങ്ങിച്ചു വരുന്നവരാണ് ആക്റ്റീവ് യൂസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞുള്ള സേവ് ആപ്പ് 3 വാങ്ങിച്ചു വരുന്നവരെ ഫാമിലി യൂസർ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലേക്ക് വേണ്ടുന്ന സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനാണല്ലോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വാങ്ങിച്ചിട്ട് വരുന്നവരെ ഫാമിലി യൂസർ എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രീ യൂസർ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സൂം മീറ്റിംഗിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ച് നമുക്ക് ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID കൊടുത്തുകൊണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 8 അക്ക പാസ്വേഡ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ കാണിച്ചിരിക്കുന്ന മൊബൈൽ റീചാർജ്, DTH റീചാർജ്, നമ്മളെ യൂട്ടിലിറ്റി സർവീസ്, ഇത് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ 50 രൂപ കമ്പനി നമുക്ക് ക്യാഷ് ബോണസ് വരുന്നു ഫസ്റ്റ് ഫ്രീ ആയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ.
പിന്നെ ആ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യ റീചാർജ്, മൊബൈൽ റീചാർജോ DTH റീചാർജോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 49 രൂപ കൂടി കമ്പനി നമുക്ക് തരും. അതിനുശേഷം ഒരു 500 പർച്ചേസ് പോയിന്റ് കൂടി കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ 500 പർച്ചേസ് പോയിന്റ്. എന്തിന്? സേഫ് കാർഡിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പിന്നെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. കമ്പനി കിട്ടുന്ന ലാഭത്തിൽ നമ്മളിപ്പോ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ജിയോ, എയർടെൽ, VI, BSNL ഒക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ജിയോ, എയർടെൽ, VI, BSNL ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് ഒരു ലാഭം കൊടുക്കുന്നുണ്ട്. നമ്മൾ സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നത് കൊണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ കമ്പനി കിട്ടുന്ന ലാഭം എത്രയാണ്? ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെയായിട്ടാണ് കമ്പനിക്ക് ലാഭം കിട്ടുന്നത്. കമ്പനി കിട്ടുന്ന ലാഭത്തിന്റെ 20% സേവ് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇത്രയും കാലം റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷൻസ് ഒന്നുകിൽ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ നമ്മൾ അധികമായിട്ട് ചാർജുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്ന എമൗണ്ട് 299, 249 ഏത് റീചാർജ് ആയി കഴിഞ്ഞാലും ഗൂഗിൾ പേക്ക് 1.90, 2 രൂപയോ, ഫോൺ പേ, Paytmന് 3 രൂപ, 4 രൂപ, 5 രൂപ വരെയൊക്കെ ആയിട്ട് അവർ ചില സമയങ്ങളിൽ ഈടാക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. എക്സ്ട്രാ ചാർജുകൾ ചെയ്യുന്ന റീചാർജ് എമൗണ്ടിന് പുറമെ. അപ്പൊ നമ്മള് ജിയോയുടെ ഒരു 299 ചെയ്യുന്നെങ്കിലോ ഗൂഗിൾ പേന്ന് 390 കൊടുക്കണം, അധികമായിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ എക്സ്ട്രാ ചാർജുകളൊന്നും ഇവിടെ കൊടുക്കേണ്ടി വരുന്നില്ല. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, 50 രൂപ നമുക്ക് കിട്ടുന്നു. ആദ്യ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ 49 കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ 99 കിട്ടും. പിന്നെ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ കമ്പനി കിട്ടുന്ന ലാഭത്തിന് 20% നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും ചെയ്യും. ഓരോ റീചാർജിലും, ഒരു ദിവസമല്ല, ഓരോ റീചാർജിലും. നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിൽ എത്ര ഫോൺ ഉണ്ട് ചിന്തിച്ചാൽ മതി. 4 5 ഫോണൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്രയും ഫോൺ എല്ലാ മാസവും റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ എന്തിനാ വെറുതെ പൈസ കൊടുക്കുന്നത്? സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 50 രൂപ, 50 പൈസ, 1 രൂപ, 2 രൂപ, 3 രൂപ, 4 രൂപ വരെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് BSNL ഒക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഫ്രീ യൂസർ കിട്ടുന്ന ബെനിഫിറ്റ് സ്വന്തമായിട്ട് സെൽഫായിട്ട് വരുന്ന സമയത്ത് കിട്ടുന്നത്. ഇനി നമ്മൾ ഫ്രീ ആയിട്ട് വന്നതുപോലത്തെ നമ്മൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഈ ഒരു അവസരത്തെ കുറിച്ച് എത്തിക്കുക. കാരണം ഇവിടെ സാമ്പത്തികമായിട്ട് ഒരു ഇടപാട് നമ്മൾ നടത്തിയിട്ടില്ല. നമ്മളും പൈസ കൊടുത്തിട്ടില്ല, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന നമ്മുടെ കൂടെ വരുന്നവരുടെ പൈസ കൊടുക്കുന്നില്ല. നമ്മൾ വന്നതുപോലെ തന്നെ അവരെയും ഇങ്ങനെയുള്ള സൂം മീറ്റിംഗുകൾ, പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു യൂണിക് ലിങ്ക് കിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള. അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു, സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവർക്കും നിങ്ങൾക്ക് കിട്ടിയില്ല എല്ലാ ബെനിഫിറ്റും കിട്ടുന്നുണ്ടാവും. ഈ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ 20% അവർക്കും കിട്ടുന്നുണ്ടാവും. അതിന് പുറമെ നമ്മൾ അവരിൽ നിന്നൊക്കെ ഒരു ബിഗ് കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് ഒരാളോട് പൈസ വാങ്ങാണ്ട്, അങ്ങനെ നമുക്ക് 20 ലെവലുകളിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ലെവലുകൾ എന്ന് പറയുമ്പോൾ 20 ലെവൽ എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. 20 ലെവൽ എന്ന് പറയുമ്പോൾ 20 ആളുകളല്ല, 20 ലെവലുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒന്നാമത്തെ ലെവലിൽ 2 പേരോട് ഞാൻ ഈ ഒരു അവസരത്തെ കുറിച്ച് പറയുന്നു. ഒരു 2 ആൾക്കാരോട് പറഞ്ഞു പോകുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നല്ല രീതിയിൽ, ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 2ന്റെ ഡ്യൂപ്ലിക്കേഷൻ പോകും. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ 2 ഫ്രണ്ട്സിനോട് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവര് രജിസ്റ്റർ ചെയ്യുന്നു, സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവരെ 2 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ എന്റെ രണ്ടാമത്തെ ലെവലിൽ 4 ആൾക്കാർ വരുന്നുണ്ടാവും സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട്. അവരും എല്ലാ 28 ദിവസം കൂടുമ്പോൾ റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? അവരും അതേ സെയിം സിസ്റ്റം ഫോളോ ചെയ്യുന്നു. നമ്മൾ ചെയ്ത പോലെ തന്നെ 2 ആൾക്കാർ. അപ്പൊ 4 ആൾക്കാർ, ഈ 2 ആൾക്കാരെ കൊണ്ടുവരുമ്പോഴോ അവര് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ലെവൽ 8 ആൾക്കാർ വരുന്നുണ്ട്. 8 ആൾക്കാർ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് അവർക്കും നമുക്കും എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് 2ന്റെ ഡ്യൂപ്ലിക്കേഷൻ പോയിട്ട് ഇപ്പൊ 2 4 ആയി, 4 8 ആയി, 8 16 16 32 62 64 128 256 ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ അവിടേക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. കാരണം എല്ലാ ആൾക്കാർക്കും ബെനിഫിറ്റ് ആണ്. ഇവിടെ വരുന്ന ഒരാൾക്കും നഷ്ടമില്ല. വരുമ്പോ തന്നെ 99 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ റീചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ 2 നിലയിൽ 4 5 10 ഒറ്റ ആൾക്കാരോട് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരാളോട് പൈസ വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ടാണ്. പോരാതിന് ഒരാൾ ഇവിടെ നോയും പറയില്ല. കാരണം എന്താണ്? ഇത്രയും കാലം അവർ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പേക്കൊക്കെ 1.90 വെറുതെ കൊടുത്തിട്ടാണ്. ഇവിടെ ഇവര് പറയുന്നത്, നമ്മുടെ ഒരു അടുത്തൊരു ഫ്രണ്ടിനോട് പറയുന്നത് സേവ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവർ പറഞ്ഞ എനിക്ക് ആൾക്കാരെ ചെയ്യിക്കാനൊന്നും പറ്റൂല, ഞാൻ വേണം സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യാന്ന് പറയും. മതി, അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ 20% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് 1% കിട്ടുന്നുണ്ടല്ലോ ക്യാഷ് ബാക്ക് 20 ലെവലുകളിൽ നിന്ന്.
അപ്പൊ ഒരാൾ ഇവിടെ നോ പറയൂല. ആൾക്കാരെ ചെയ്യണോ വേണ്ടതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷെ അവരെന്തായാലും ചെയ്യും. അവരെ വീട്ടില് അവര് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കില്ലെങ്കിൽ അവരെ വീട്ടിലുള്ള 2, 3, 4, 5, 6 ഫോണ് ചെയ്യുമല്ലോ. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് ആണല്ലോ. അതേ ബെനിഫിറ്റ് നമുക്കും കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരും. ഒരുപാട് ആളുകളെ കൊണ്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും ഈ രണ്ടിന്റെ ഡ്യൂപ്ലിക്കേഷൻ പോവുകയാണെങ്കിൽ 20 ലെവലിൽ നിന്നും 1% വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 1,46,800 രൂപയോളം എല്ലാ 28 ദിവസം കൂടുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പല ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഇതിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, 49 രൂപ ക്യാഷ് ബോണസ്. ഇതൊക്കെ എവിടുന്ന് എങ്ങനെ കമ്പനിയുടെ ഇതിൽ കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് റീചാർജ് സെക്ഷൻ മാത്രം, ഇതിൽ ഒരുപാട് ഇൻകം പ്ലാൻ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതിൽ റീചാർജ് സെക്ഷന് മാത്രം നമുക്ക് ഇവിടെ കമ്പനി ഒരു വാലറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 50 രൂപയും 49 രൂപ ആദ്യം റീചാർജ് ചെയ്യുമ്പോഴും കിട്ടുന്നത് അവിടെ നമുക്ക് ഉണ്ടാവും 99 രൂപ. അതിന്റെ കൂടെ നമ്മൾ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് പിന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിക്ക് റീചാർജ് ചെയ്യുമല്ലോ നമ്മൾ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക്. അതൊക്കെ കൂടിയിട്ട് ഈ 99ന്റെ കൂടെ ആഡ് ആയിട്ട് വരും. 99 പ്ലസ് 100, 101, 102, 110, 120, 150, 200, 250 ആകുമ്പോൾ ബാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളെ കൂടെ കൂടുതൽ ആളുകൾ അസോസിയേറ്റ് ചെയ്തു നല്ലൊരു ടീമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ 99 കൂടെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് 250 ആകും. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് 250 ആകും ബാങ്കിലോട്ട് മാറ്റി 250 ആകും ബാങ്കിലോട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫ്രീ യൂസർ കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ്. നമ്മൾ ഇതിലേക്ക് വരുന്നു, നമ്മൾ കൂടുതൽ ആളുകളുടെ ഇതിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരിക. അപ്പൊ അവരൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി ആക്റ്റീവ് യൂസർ. ആക്റ്റീവ് യൂസർ എന്ന് പറയുമ്പോൾ നേരത്തെ ഫ്രീ ആയിട്ട് വന്നത് കൊണ്ട് നമുക്ക് മൊബൈൽ റീചാർജും DTH റീചാർജും മാത്രം ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിലൂടെ ഒരു പാസ് സേവിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ വില മുഴുവനായിട്ടും കൊടുക്കുന്നു 3,999 പ്ലസ് 18% സർക്കാരിന് കൊടുക്കേണ്ട GST, ടോട്ടൽ 4,719 രൂപ. ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നു സാധനം. എന്താണ് സാധനം? ഡിജിറ്റൽ പ്രൊഡക്റ്റ് സേവ് ആപ്പ് വാങ്ങിക്കാം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല കേട്ടോ. ഇവിടെ 4,719 രൂപ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. സേവ് ആപ്പ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ട് വന്നവരാണെങ്കിൽ ഇത് കണ്ടോളൂ. പേയ്മെന്റ്, റെസിപ്റ്റ്, വാറന്റി, ബഡ്ജറ്റ്, ബില്ലിംഗ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ടാസ്ക് ഡയറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ വാങ്ങിക്കാം. ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് 4,719 വാങ്ങിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു 4,500 പർച്ചേസ് പോയിന്റ് കൂടി കിട്ടുന്നുണ്ട്. സേവ് കാർട്ടിൽ നിന്ന് നമ്മുടെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉള്ള 4,500 പർച്ചേസ് പോയിന്റ്. അതിന് കൂടെ 4 ടൈപ്പ് വർക്കിംഗ് ഇൻകം കൂടി നമ്മൾ കമ്പനി നമ്മൾ മാർക്കറ്റിംഗിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഒരു ആപ്ലിക്കേഷൻ വിൽക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ 4 ടൈപ്പ് വർക്കിംഗ് ഇൻകം. അതിലുള്ള ഒന്നാമത്തത് പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, മൂന്നാമത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, നാലാമത് ടീം വോളിയം ഇൻസെന്റീവ് എന്നൊക്കെ പറഞ്ഞ 4 ടൈപ്പ് വർക്കിംഗ് ഇൻകം ഉള്ളത്. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ 4,719 രൂപ സേവ് ആപ്പ് വാങ്ങിച്ചു. വൺ ടൈം ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം പേയ്മെന്റ് കൊടുത്തു. കമ്പനി ഡിജിറ്റൽ പ്രൊഡക്റ്റ് സേവ് ആപ്പ് എനിക്ക് തന്നു. ഞാൻ ഇത് വാങ്ങിച്ചതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവരും ഈ ഒരു ആപ്ലിക്കേഷൻ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നു. 4,719 കൊടുത്തിട്ട് വാങ്ങിക്കുന്നു. ആ സമയത്ത് കമ്പനി എനിക്ക് 800 രൂപ കമ്പനി എനിക്ക് കമ്മീഷൻ തരും. ഒരാൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 800 രൂപ കമ്മീഷൻ തരും. അത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ എനിക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുത്തിട്ട് ആക്ടിവേഷൻ ചെയ്യുന്നു. ആ സമയത്ത് 800 വെച്ചിട്ട് ഓരോ ആക്ടിവേഷനിലേക്ക് കമ്പനി തന്നുകൊണ്ടേയിരിക്കും. അതിന് ഒരു ലിമിറ്റ് ഇവിടെ കമ്പനി വെച്ചിട്ടില്ല. ഒരു ദിവസം 2 ആളാണോ അല്ലെ 5 ആണോ 10 ആണോ എത്ര ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ കമ്പനി എനിക്ക് 800 വെച്ചിട്ട് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തികളൊക്കെ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന സമയത്ത് കമ്പനി തരുന്ന ഇങ്കാണ് ഒന്നാമത്തെ പേഴ്സണൽ സെയിൽസ് കമ്മീഷനിൽ 800 രൂപ വെച്ചിട്ട് ഓരോ ആപ്ലിക്കേഷൻ ഞാൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ലെവലിംഗ്. നമ്മുടെ ഡൗൺലൈനിലൊക്കെ നമ്മുടെ ടീമിലൊക്കെ ആക്ടിവേഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്കാണിത്. നേരത്തെ ലെവലിംഗ് ഞാൻ പറഞ്ഞു 20 ലെവലിൽ ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ ഫ്രീ ആയിട്ട്
ഫാക്ടറി എല്ലാവരും റീചാർജ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഇൻകം കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമ്മളിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ടീം ആക്കിയിട്ട് അവർ മാർക്കറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം 13 ലെവലുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലെവലുകൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ ഏറ്റവും താഴെ നോക്കി കാണാൻ വേണ്ടി പറ്റും. യു എന്ന് പറഞ്ഞ ഇപ്പൊ ഞാനാണ്, ഞാൻ ഇതിലേക്ക് വന്നു. ഞാൻ നേരിട്ട് പറയുന്ന വ്യക്തികളൊക്കെ എന്റെ ഒന്നാമത്തെ ലെവലായിരിക്കും ഉണ്ടാകുക, എത്ര ആളായി കഴിഞ്ഞാലും. അതിനുശേഷം ആ പറയുന്ന വ്യക്തി അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴോ അത് എന്റെ രണ്ടാമത്തെ ലെവലായിരിക്കും ഉണ്ടാകുക. പിന്നെ അവരെ മറ്റുള്ള റിലേറ്റീവിനെ അവരെ ഇവരൊക്കെ പിന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ലെവൽ, പിന്നെ നാലാമത്തെ ലെവൽ, പിന്നെ അഞ്ചാമത്തെ, അങ്ങനെ ആ ലെവലുകൾ പോകുന്നത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ നെറ്റ്വർക്ക് ഒക്കെ ചെയ്ത് പരിചയമുള്ളവർ നല്ല മനസ്സിലായിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പൊ ഈ ലെവലുകൾ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത്, ഒന്നാമത്തെ ലെവൽ നമുക്ക് 50 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഒന്നാമത്തെ ലെവൽ നമ്മുടെ ടീമിനൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം ലെവൽ ഇൻകം. ഇത് ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം യാതൊരു നിർബന്ധമില്ല, ഒറ്റ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകാണ്. ഇത് ലെവൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നേരിട്ട് പറയുന്ന വ്യക്തികൾക്ക് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ആക്ടിവേഷൻ ചെയ്ത് വരുമ്പോഴേക്കും എന്റെ ഒന്നാമത്തെ ലെവലായിരിക്കും ഉണ്ടാവുക. അവിടെ എനിക്ക് കമ്പനി തരുന്നത് ലെവലിംഗും ആയിട്ട് 50 രൂപയാണ്. നേരത്തെ റഫറിംഗ് ആയിട്ട് എനിക്ക് നേരിട്ട് പറഞ്ഞ വ്യക്തികൾക്ക് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 800 വെച്ചിട്ട് കമ്പനി തരുന്നുണ്ടായിരുന്നു. അതിന് പുറമേ കിട്ടുന്നെങ്കാണ് ഈ ടീം ബിൽഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്, ലെവലിംഗം. ഒന്നാമത്തെ ലെവലിൽ 50 രൂപ. എത്ര ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് പറഞ്ഞ എത്ര ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ 50 രൂപ വെച്ച് എനിക്ക് കമ്പനി തരും. രണ്ടാമത്തെ ലെവലിൽ അവർ പറയുന്ന വ്യക്തികൾക്ക് എന്റെ രണ്ടാമത്തെ ലെവലാണ്. രണ്ടാമത്തെ ലെവലിൽ ഇവിടെ കമ്പനി തരുന്നത് 10 രൂപയാണ്. മൂന്നാമത്തെ ലെവൽ 20 രൂപ, നാലാമത്തെ ലെവൽ 30 രൂപ, അഞ്ചാമത്തെ ലെവൽ എത്തുമ്പോൾ വീണ്ടും 10ലേക്ക് വന്നു, പിന്നെ 20, 30, 10, 20, 30 എന്ന് പറഞ്ഞ് 13ാമത്തെ ലെവലിൽ 30 രൂപയാണ് കമ്പനി നമുക്ക് തരുന്നത്. പക്ഷെ 13ാമത്തെ ലെവലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ഒരു എമൗണ്ട് ചെറുതായിട്ട് തോന്നണ്ട. ഇവിടെ വെറും 4 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ബിസിനസിന്റെ സാധ്യത ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ച സ്ക്രീനിൽ ഒന്നാമത്തെ ലെവൽ കമ്പനി 50 രൂപയാണ് നമുക്ക് തരുന്നു പറഞ്ഞിട്ടുള്ളത് ഒരു ആക്ടിവേഷൻ നടക്കുമ്പോൾ. ഇവിടെ ഞാൻ 4 വ്യക്തികളെ നേരിട്ട് കൊണ്ടുവന്ന് അവർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ കമ്പനി 4 ആക്ടിവേഷനാണ് ഒന്നാമത്തെ ലെവൽ വരുന്നത്. അപ്പൊ 4 × 50 രൂപ വെച്ചിട്ട് 200 രൂപ എനിക്ക് ഒന്നാമത്തെ ലെവൽ കിട്ടി. 4 അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ആൾക്കാരോട് പറയാൻ വേണ്ടി പറ്റും, അവരൊക്കെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ 800 കിട്ടുന്നുണ്ടാവും, പ്ലസ് അഡീഷണൽ ആയിട്ട് 50 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഈ 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ട് പോകും. ഞാൻ 4 ആൾക്കാരോട് പറഞ്ഞു, അവരെന്ത് വന്നിട്ട് 4 ആൾക്കാർ അവർ 4 ഫ്രണ്ട്സിനെ 4 റിലേറ്റീവിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെവൽ 16 ആക്ടിവേഷൻ വരുന്നുണ്ടാവും. പിന്നെ മൂന്നാമത്തെ ലെവൽ എത്തുമ്പോൾ ഈ 16 ആൾക്കാരിൽ നിന്നും 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തുമ്പോൾ 64 ആക്ടിവേഷൻ വരുന്നുണ്ടാവും മൂന്നാമത്തെ ലെവലിൽ. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് 242 കോടി രൂപയോളം ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ലെവലിംഗത്തിലൂടെ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആദ്യം മുതൽ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് വന്നു. എന്റെ ഒന്നാമത്തെ ലെവൽ ഞാൻ 4 ആൾക്കാർ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവര് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4 × 50 രൂപ വെച്ചിട്ട് 200 രൂപ എനിക്ക് കിട്ടി. രണ്ടാമത്തെ ലെവലിൽ 16 ആക്ടിവേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാകും. അവിടെ എനിക്ക് 10 രൂപയാണ് കമ്പനി തരുന്നത് പറഞ്ഞത്. അപ്പൊ 16 ആക്ടിവേഷൻ നടക്കുമ്പോൾ 16 × 10 രൂപ വെച്ചിട്ട് 160 രൂപ രണ്ടാമത്തെ ലെവലിൽ എനിക്ക് കിട്ടി. മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ 64 ആക്ടിവേഷൻ വന്നിട്ടുണ്ടാവും. 16 ആൾക്കാർ 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തിയല്ലോ. 64 × 20 രൂപ വെച്ചിട്ടാണ് അവിടെ കമ്പനി തരുന്നത് 1250 രൂപ. നാലാമത്തെ ലെവലിൽ എത്തുമ്പോൾ 256 ആക്ടിവേഷൻ വരുന്ന സമയത്ത് എനിക്ക് × 30 രൂപ വെച്ചിട്ട് 7650. പിന്നെ 1024 ആക്ടിവേഷൻ വരുമ്പോൾ 10 രൂപ വെച്ചിട്ട് അവിടെ കിട്ടുന്നെങ്കിൽ 10240. ഇൻകം കുറയുന്നുണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ടാവും. കാരണം 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ട് പോകുന്ന സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത് 242 കോടി രൂപയിലധികം. ഇവിടെ 4 ആൾക്കാരെയാണ്. 5ന്റെ ഡ്യൂപ്ലിക്കേഷൻ എടുത്താലോ 10ന്റെ എടുത്തു കഴിഞ്ഞാലോ ഇതിനേക്കാൾ കൂടുതൽ ഇൻകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ടൈം ലിമിറ്റോ റഫർ ലിമിറ്റോ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് എത്ര മാത്രം ഫാസ്റ്റ് ആയിട്ട് ഇൻകം വേണോ, പൈസ വേണോ, അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം ഫാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട്. ഇനി മൂന്നാമത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, ബൈനറി ഇൻകം. നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്ലാനാണ്. ഏകദേശം 80-90% കമ്പനികളിലും ഈ ഒരു പ്ലാൻ ഉണ്ട്, ബൈനറി, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞത്. ഇത് നമ്മുടെ കമ്പനി പറയുന്ന പേരാണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ. ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് കമ്പനി വീണ്ടും നമുക്ക് ഇൻകം തരികയാണ്. നേരത്തെ റഫറൽ ഇൻകം തന്നു, ലെവൽ ഇൻകം തന്നു, മൂന്നാമത് ടീം ബിൽഡിംഗ് കമ്മീഷൻ. ഇവിടെ ഞാൻ ഇതിലേക്ക് വരുന്നു, ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു 4719 രൂപ എടുത്തിട്ട് സേവ് ആപ്പ്. അതിനുശേഷം ഞാൻ എന്റെ ഒരു അടുത്തൊരു ഫ്രണ്ടിനെ ഇതിലേക്ക് വരുന്ന സമയത്ത് അവർ ഞാൻ എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നത്. നമുക്ക് 2 ഓർഗനൈസേഷൻ ഉണ്ടാവും ഇവിടെ, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞത്. എ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്റെ കൂടെ വന്ന ആദ്യത്തെ ഫ്രണ്ട് എങ്കിൽ, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തെങ്കിൽ അവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കമ്പനി എനിക്ക് നേരത്തെ പറഞ്ഞില്ല എത്ര 800 രൂപ റഫറൽ ഇൻകം തന്നു, ലെവൽ ഇൻകം 50 രൂപ തന്നു.
ആ നേരത്തെ പറഞ്ഞ രണ്ട് ഇൻകം ഇതുപോലെ ഒറ്റ സൈഡ് പോയി കഴിഞ്ഞാലും കിട്ടും കേട്ടോ. നമുക്ക് ലെഫ്റ്റും റൈറ്റും ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഒറ്റ സൈഡ് പോയി കഴിഞ്ഞാൽ പോലും ആ 242 കോടി രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ബൈനറി കിട്ടണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും മാച്ചിങ് നടക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു. എ എന്ന് പറയുന്ന വ്യക്തിയെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു ബി എന്ന് പറഞ്ഞ റിലേറ്റീവിനെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവരെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് രണ്ട് വ്യക്തികൾ ഇതിലേക്ക് അവർ 4719 വോൾട്ടിൽ സേവ് ആപ്പ് വാങ്ങിച്ചു വരുന്ന സമയത്ത് കമ്പനി തരുന്ന ഇൻകം എനിക്ക് എത്രയാണെന്ന്. റഫറൽ കാര്യം 800 തന്നു ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ലെവലും കാര്യം 50 രൂപ വന്നു. തൊട്ടിപ്പുറത്ത് റൈറ്റ് സൈഡിലേക്ക് വേറെ വ്യക്തിയെ ഞാൻ പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അവിടെയും കിട്ടി എനിക്ക് 800 പ്ലസ് 50 750. അപ്പൊ ടോട്ടൽ 1600 പ്ലസ് 100 1700 രൂപ രണ്ട് വ്യക്തികൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുമ്പോൾ തന്നെ എനിക്ക് തന്നു 1700 രൂപ. അതിനു പുറമെയാണ് 400 രൂപ പെയർ മാച്ചിങ്, ഒരു ജോഡി മാച്ചിങ് നടന്നു ലെഫ്റ്റും റൈറ്റും കൂടിയിട്ട് 400 രൂപ അഡീഷണൽ ആയിട്ട് എനിക്ക് തരും. അതാണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ ബൈനറി എന്ന് പറയുന്നത്. 400 രൂപ വെച്ചിട്ട് ഓരോ പെയർ മാച്ചിങ്ങിന് നമുക്ക് തരും. നമ്മുടെ ടീമിലൊക്കെ ബിൽഡിംഗ് ആയി വരുന്ന സമയത്ത്, ടീം സെറ്റായി താഴോട്ടങ്ങ് ഇറങ്ങി പോകുന്ന സമയത്ത് എത്ര പെയർ മാച്ചിങ് നടക്കുന്നുള്ളൂ അതിന്റെ പിന്നെ ഇതില്ല, ഇത് ഒരു ദിവസം 2 എണ്ണാണോ 3 എണ്ണാണോ ആ മാച്ചിങ് നടന്നതിന് ഇങ്ങനെ നമുക്ക് തരും. അതുപോലെ ഇതിൽ നമുക്ക് സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കമ്പനി ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. മാക്സിമം നമുക്ക് തരുന്ന എമൗണ്ട് ആണ് ഒരു ദിവസം 10,000 രൂപ ഈ ഒരു സിസ്റ്റത്തിലൂടെ, ഇത് ബൈനറിയിലൂടെ മാത്രം. റഫറിംഗ് കത്തിനോ ലെവറിംഗ് കത്തിനോ നമുക്കൊരു ക്രൈറ്റീരിയ കമ്പനി അവിടെ വെച്ചിട്ടില്ല. എത്ര വേണം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ടീമിൽ നിന്ന് നടക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലൈനിലൊക്കെ നടക്കുന്ന ആക്ടിവേഷൻ ഒക്കെ വരുമ്പോൾ പെയർ മാച്ചിങ് നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകം ആയതുകൊണ്ട് ഇവിടെ 10,000 രൂപ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഡെയിലി സീലിംഗ് ലിമിറ്റ് ഒരു ദിവസം 10,000 രൂപ. ഒരു ദിവസം 10,000 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ടീമിലൊക്കെ എത്ര ബിസിനസ് നടക്കാം നിങ്ങളൊന്ന് ആലോചിക്കാം. 25 ആക്ടിവേഷൻ ടീമിലാണ് പറയുന്നത്, നമ്മൾ നേരിട്ട് കൊണ്ടുവരണം എന്നല്ല പറയുന്നത്. ഒരു ദിവസം 25 ആക്ടിവേഷൻ ലെഫ്റ്റ് സൈഡിലും വന്നു, ഒരു ദിവസം 25 ആക്ടിവേഷൻ റൈറ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 25 പെയർ മാച്ചിങ്, 25 ജോഡി മാച്ചിങ് നടന്നു അവിടെ നമുക്ക് 10,000 രൂപ കിട്ടും. 10,000 രൂപ അത് 25 നടന്നാലേ നമുക്ക് ഇൻകം കിട്ടുമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 400 അല്ലെ പിന്നെ 1 2 3 എത്ര ബൈനറി മാച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ബൈനറി മാച്ച് 400 കിട്ടി, 2 എണ്ണാണെങ്കിലോ 800, 3 എണ്ണാണെങ്കിലും 1200, അങ്ങനെ കൂടി വരും നമുക്ക്. അപ്പൊ മാക്സിമം കമ്പനി തരുന്ന ഇൻകം 10,000 രൂപ ലെഫ്റ്റും റൈറ്റും പെയർ മാച്ചിങ് നടക്കുമ്പോൾ. ഈ 400 എന്ന് പറഞ്ഞല്ലോ ബൈനറി മാച്ചിങ്, അത് നമുക്ക് 600ലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ടീമിനെ കുറച്ചുകൂടി നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ബോണസ് ആയിട്ട് എക്സ്ട്രാ. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. ഓരോ പെയർ മാച്ചിങ് നടക്കുമ്പോഴും 400 വെച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാക്സിമം കിട്ടുന്നത് ഒരു ദിവസം 10,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഡെയിലി 10,000 കിട്ടുന്നതാണെങ്കിലോ നമുക്ക് ഒരു മാസം 30,000 രൂപ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ബൈനറിയിലൂടെ മാത്രം. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ടീം ബിൽഡിംഗ് കമ്മീഷൻ ബൈനറി എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന 1-2 പ്ലാനുകൾ വരുന്നത്. കാരണം ഈ ഒരു ബൈനറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടീം വോളിയം ഇൻസെന്റീവ്, റാങ്ക് ആൻഡ് ഇൻസെന്റീവ്. ഇവിടെ റാങ്കുകൾ കൊടുക്കുക. റാങ്കുകൾ എന്ന് പറയാൻ 14 റാങ്കുകൾ ഇവിടെ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, രണ്ടാമത് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മൂന്നാമത് മാർക്കറ്റിംഗ് ഓഫീസർ, സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ, ടീം ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് 14 റാങ്ക്. 16ാമത്തെ റാങ്കിന്റെ പേര് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് റാങ്ക്. ഈ റാങ്ക് ആൻഡ് ഇൻസെന്റീവിലൂടെ മാത്രം നമുക്ക് 10 കോടി രൂപ, ഈ ഒരു റാങ്ക് ആൻഡ് ഇൻസെന്റീവ് ഈ ഒരു പ്ലാനിലൂടെ മാത്രം 10 കോടി രൂപ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ട MLM കമ്പനികൾക്ക് ഇതുവരെയായിട്ട് എന്താണ് ഉണ്ടായിരുന്നത്? ഒരു കമ്പനിയും കുറ്റം പറയാതെ ഒരു കമ്പനിയുടെ പേരെടുത്തിട്ടും പറയുന്നില്ല. നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ രീതി, ഡയറക്ട് സെല്ലിങ്ങിന്റെ രീതി. ഏതൊരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനി പറയുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കൊണ്ടായിരിക്കണം അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. 5,000 രൂപയുടെയോ 10,000 രൂപയുടെയോ 20,000 രൂപയുടെയോ 60,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ആ ഒരു കമ്പനിയിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടി പറ്റും. സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ റാങ്കുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സ്പോൺസറോ അപ്ലൈനോ ലീഡേഴ്സ് ഒക്കെ പറയും, നിനക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപക്കോ 1.5 ലക്ഷം രൂപക്കോ കുറച്ചുകൂടി പ്രൊഡക്റ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇതിന്റെ ഫസ്റ്റ് റാങ്ക് എത്താം, അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് എത്താം, ബ്രോൺസ് അല്ല സിൽവർ എന്നൊക്കെ റാങ്കിലൊക്കെ എത്താന്നൊക്കെ ഇവരിങ്ങനെ പറയും. അവർ പറയും നല്ല വാല്യൂള്ള പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കിട്ടും, പിന്നെ നിങ്ങൾക്ക് റാങ്ക് കിട്ടും, റാങ്കിന് ഇൻസെന്റീവ് കിട്ടും, ട്രിപ്പ് കിട്ടും എന്നൊക്കെ പറയും, മലേഷ്യൻ ട്രിപ്പ് കിട്ടും എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് തന്നെ കൂടുതൽ പർച്ചേസ് ചെയ്യിപ്പിക്കും അവിടെ. പക്ഷെ നല്ല രീതിയിൽ പോകുന്ന കമ്പനികളുണ്ട്, ഒരുപാട് കമ്പനികൾ നല്ല രീതിയിൽ പോകുന്നത്.
പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയാണ്. നമ്മളെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യിപ്പിക്കുക, കൂടുതൽ പൈസ കൊടുത്തിട്ട്. ഇല്ലാത്ത പൈസക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാല പണയം വെച്ചിട്ടും വള പണയം വെച്ചിട്ടൊക്കെ പൈസ ബാങ്കിൽ പോയിട്ട് എടുത്തിട്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കാം. ഒരുപക്ഷെ ഉപകാരമുള്ള പ്രൊഡക്റ്റുകളായിരിക്കാം, അതായത് വെറും വേസ്റ്റ് ആയിട്ട് ബെഡിന്റെ ഇടയിലേക്ക് ഇടാനുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. എങ്ങനെയായാലും അവർ നമ്മളെ കൊണ്ട് കൂടുതൽ പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് റാങ്ക് കിട്ടുന്നവർ. കാരണം ലീഡർമാർക്ക് നല്ല കമ്മീഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കും. ഇവിടെ നമുക്ക് ഈ 14 റാങ്കിൽ ഞാൻ പറഞ്ഞ 10 കോടി രൂപ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 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 ഒന്നും ചെയ്യണ്ട. ഇവിടെ നമ്മളിപ്പോ വരുമ്പോ നമുക്കും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന ഫീച്ചേഴ്സുകൾ ഞാൻ പറഞ്ഞു, 16ഓളം ഫീച്ചേഴ്സുകളുള്ള ആപ്ലിക്കേഷൻ സേവ് ആപ്പ്. ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം വാങ്ങിക്കുന്നു, 4719 രൂപ ഇൻക്ലൂഡ് GST അടക്കം. വേറെ ഒരു പൈസ നമ്മളിവിടെ കൊടുക്കുന്നില്ല. കമ്പനിക്ക് 4719 രൂപ കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നു. പിന്നെ നമ്മുടെ ടീമിനെ ബിൽഡാക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള 10 കോടി രൂപയൊക്കെ നമുക്ക് കിട്ടുന്നത്. ബൈനറി മാച്ചിങ്ങിലൂടെ ഇവിടെ നമുക്ക്, ഞാൻ നേരത്തെ ബൈനറി മാച്ചിങ് പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 4 ആക്ടിവേഷൻ വന്നു. നമ്മുടെ ലെഫ്റ്റ് ടീമില് റൈറ്റ് ടീമിൽ ഒരു 4 ആക്ടിവേഷൻ വന്നാൽ മതി. 4 ആൾക്കാർ സേവാബ് 4719 രൂപ എടുത്ത് വാങ്ങിച്ച് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തും. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ലെവലിംഗോ ബൈനറിംഗോ റഫറിംഗ് ഇതിനൊക്കെ പുറമെ ഇൻസെന്റീവായിട്ട് 500 രൂപ കൂടി എക്സ്ട്രാ തരും കമ്പനി. ഫസ്റ്റ് റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആ റാങ്കിലേക്ക് എത്തുമ്പോൾ. അതിനുവേണ്ടി നമ്മൾ എന്ത് 4719 രൂപ എടുത്ത് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, 4 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, നമ്മളെ പേരിൽ തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒന്നല്ലേ. ഒറ്റ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചുള്ളൂ. നമ്മളെ കൂടെ വന്നിട്ടുള്ള 1-2 വ്യക്തികൾക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരെ ടീമെ ബിൽഡ് ആകുമ്പോൾ ബൈനറി മാച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റാങ്കുകൾ കിട്ടിയിട്ടുള്ളത് ഇവിടെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 4 ആക്ടിവേഷൻ വന്നു, റൈറ്റ് സൈഡിൽ 4 ആക്ടിവേഷൻ വരെ നമ്മൾ ഫസ്റ്റ് റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുമ്പോൾ 500 രൂപ നമുക്ക് ഇൻസെന്റീവ് തരുന്നു. ഇനി സെക്കൻഡ് റാങ്കിലേക്ക് എത്തണമെങ്കിലോ അതേപോലെ പോയാൽ മതി, ടീമിനെ ബിൽഡ് ചെയ്താൽ മതി. 12 ബൈനറി മാച്ച്, 12 ആക്ടിവേഷൻ ലെഫ്റ്റിലും 12 ആക്ടിവേഷൻ റൈറ്റിലും വരുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് റാങ്ക് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ സെക്കൻഡ് റാങ്കിലേക്ക് എത്തും. അവിടെ നമുക്ക് 1000 രൂപ ഇൻസെന്റീവ് തരുന്നു കമ്പനി. പിന്നെ 3ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് ഓഫീസറിലേക്ക് എത്തണമെങ്കിലോ 30 ബൈനറി മാച്ച് ചെയ്യണം. ലെഫ്റ്റിൽ 30 ആക്ടിവേഷൻ വരണം, റൈറ്റിൽ 30 ആക്ടിവേഷൻ വരണം. നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ ടീമിൽ നടന്നാൽ മതി. ചിലപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടേക്കുക. അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇൻകം വരാൻ വേണ്ടി തുടങ്ങും. ബൈനറി കിട്ടുന്നുണ്ടാവും, അതനുസരിച്ചിട്ട് മാച്ചിങ് നടന്നിട്ട് നമുക്ക് റാങ്കുകൾ കയറി വരുന്നുണ്ടാവും. അപ്പൊ ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ടീം നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആക്ടിവേഷൻ വരുന്നതനുസരിച്ചിട്ടാണ്, മാച്ചിങ് നടക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഇവിടെ റാങ്കുകൾ കയറിപ്പോകുന്നത്. 1ാമത്തെ റാങ്കിൽ 4 ആക്ടിവേഷൻ ലെഫ്റ്റിലും 4 ആക്ടിവേഷൻ റൈറ്റിലും വരുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുന്നു, 500 രൂപ ഇൻസെന്റീവ് ഇടുന്നു. 2ാമത്തെ റാങ്ക് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 12 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 1000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. 3ാമത് മാർക്കറ്റിംഗ് ഓഫീസർ ആവുന്ന സമയത്ത് നമുക്ക് 30 ലെഫ്റ്റിൽ 30 റൈറ്റിലും വരണം, 2000 രൂപ ഇൻസെന്റീവ് കിട്ടും. സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ 80 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 4000 രൂപ കിട്ടി. ടീം ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ 200 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 10,000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. പിന്നെ സീനിയർ ടീം ഡെവലപ്മെന്റ് ഓഫീസർ 500 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 20,000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. പിന്നെ മാനേജർ 1200 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 40,000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടി തന്നു പോകുന്ന കാര്യങ്ങളാണ് കമ്പനി. 14ാമത്തെ റാങ്ക് എത്തുമ്പോൾ മാത്രമേ തരൂന്നും കമ്പനി പറയുന്നില്ല. 1ാമത്തെ റാങ്കാണോ 4 ബൈനറിയാണോ മാച്ച് ചെയ്ത് 500 രൂപ ഇൻസെന്റീവ് കിട്ടി. ഇവിടെ നിലവിൽ ഇപ്പം 7ാമത്തെ റാങ്ക് മാനേജർ റാങ്കിൽ വരെ എത്തിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ സേവ് ആപ്പിനകത്തുണ്ട്. ഒന്ന് നമ്മുടെ നൗഷാദ് സാറ്, 2 മായാമണി, 2 ആൾക്കാർ ഇപ്പൊ മാനേജർ റാങ്കിലുള്ളത്. 1200 ബൈനറി മാച്ച് ചെയ്തു, അവർക്ക് 40,000 രൂപ അവിടെ ഇൻസെന്റീവ് കിട്ടി. നേരത്തെ പറഞ്ഞിട്ടുള്ള ലെവലിംഗും ബൈനറിംഗും റഫറലിംഗും ഇതൊക്കെ കൂടിയിട്ട് ലക്ഷങ്ങൾ അവർ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വീണ്ടും 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 ചെയ്യേണ്ട ഒരേ ആവശ്യം വരുന്നില്ല. നമ്മൾ ചെയ്തത് എന്താണ്, ഒരേ ഒരു പ്രാവശ്യം 4719 രൂപ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അവസരത്തെ എത്തിച്ചു കൊടുത്തു, നല്ല ടീമിനെ ബിൽഡാക്കി. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയിട്ട് 14ാമത്തെ റാങ്ക് പ്രസിഡന്റ് എന്ന റാങ്കിൽ മാത്രം 7.5 കോടി രൂപയാണ് നമുക്ക് കിട്ടുന്നത്. പ്രസിഡന്റ് എന്ന ഒറ്റൊരു പൊസിഷനിൽ മുകളിലേക്ക് നമ്മളൊന്ന് നോക്കാം. 500 കിട്ടി, 1000 കിട്ടി, 2000 കിട്ടി, 4000 കിട്ടി, 10,000 കിട്ടി, 20,000 കിട്ടി, ഇതൊക്കെ കിട്ടി ടോട്ടൽ 10 കോടി രൂപ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് 14ാമത്തെ റാങ്ക് എത്തുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് തരിക എന്നല്ല പറയുന്നത് കമ്പനി. ആദ്യത്തെ റാങ്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ടീം വോളിയം ഇൻസെന്റീവ്, റാങ്ക് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇതിന് ടൈം ലിമിറ്റോ ഒന്നും വെച്ചില്ല കേട്ടോ. നമുക്ക് എത്ര നമ്മൾ കൂടുതൽ ആളുകളൊക്കെ എത്തിക്കുന്നോ, നമ്മുടെ പെർഫോമൻസ് എത്രമാത്രം കൂട്ടുന്നു, അതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഫാസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും.
ടീമിനൊക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒന്നും പഠിക്കണം. 365 ദിവസം 3 നേരം സൂം മീറ്റിംഗ് കിട്ടുന്നുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളായിട്ട് ഫിസിക്കൽ പ്രോഗ്രാമുകൾ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക, ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കുക, ഫാസ്റ്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ക്ലബ്ബ് ബോണസ്. ഞാൻ പറഞ്ഞ 400 ബൈനറി മാച്ചും കിട്ടിക്കൊണ്ട് നമുക്ക് 600ലേക്ക് എത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറി ലെഫ്റ്റ് റൈറ്റ് മാച്ചുമ്പോൾ 400 പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി ക്ലബ്ബ് ബോണസ് ആയിട്ട് കമ്പനി 5 ക്ലബ്ബുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്ലബ്ബുകളിലേക്ക് എത്തലാണ്, നമ്മൾ എത്തലാണ്. പില്ലേഴ്സ് ക്ലബ്ബ്, ബ്ലൂമേഴ്സ് ക്ലബ്ബ്, ലീഡേഴ്സ് ക്ലബ്ബ്, വിന്നേഴ്സ് ക്ലബ്ബ്, റോക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് 5 ക്ലബ്ബുകളിലേക്ക് നമ്മൾ എത്തരുത്. ഈ ക്ലബ്ബുകളിലേക്ക് എത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർക്ക് റാങ്കുകൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് റാങ്കുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്ലബ്ബുകളിലേക്ക് എത്തും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ 2 വ്യക്തികളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എ എന്ന് പറഞ്ഞ വ്യക്തിയും ബി എന്ന വ്യക്തിയും ലെഫ്റ്റിലും റൈറ്റിലും വെച്ച്. ഞാൻ പറഞ്ഞ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതലും പ്ലാൻ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ 2 ആൾക്കാരെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ 2 വ്യക്തികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നു. എങ്ങനെ? ഇവരെ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അത് കൃത്യമായ വീഡിയോസ്, റൈറ്റപ്പ്, വോയിസ് കൊടുക്കുന്നു. ഡെയിലി യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നു. അവർക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് കൊടുക്കുന്നു. ഫോളോ അപ്പ് ഒക്കെ കൊടുത്തിട്ട് അവര് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിക്കും. ലെഫ്റ്റിലുള്ള ഒരു വ്യക്തി ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി, റൈറ്റിലുള്ള ഒരു വ്യക്തി ഫസ്റ്റ് റാങ്കിലേക്ക് എത്തും. ഞാൻ നേരിട്ട് കൊണ്ടുവന്നുള്ള 2 വ്യക്തികൾ, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 വ്യക്തികളെ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പില്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ 1ാമത്തെ ക്ലബ്ബിലേക്ക് എത്തുന്നു. ആ സമയത്ത് എനിക്ക് 400 ബൈനറി മാച്ചും കിട്ടിക്കൊണ്ടത് 10% കൂടി കൂട്ടി തന്നു കമ്പനി. 440 പിന്നെ അവിടെ നമ്മളിവിടേക്ക് 440 വെച്ചിട്ടായിരുന്നു നമുക്ക് ബൈനറി കിട്ടുന്നുണ്ടാകാം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? വീണ്ടും പൈസ ചെയ്തോ? ഇല്ല. നമ്മൾ കൂടെ വന്നിട്ട് 2 ആൾക്കാരെ കൈ പിടിച്ചിട്ട് അവർക്ക് റാങ്ക് ഉണ്ടായി കൊടുക്കുമ്പോൾ നമുക്ക് 400 440 എത്തുന്നു. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതാണ് പ്രത്യേക ഓർക്കുക. ഒരു സൈഡിൽ മാത്രമുള്ള 5 10 100 ആൾക്കാർ നമ്മൾ റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകം കിട്ടൂല. 2 സൈഡിലും ഉള്ള ആൾക്കാർ നമ്മൾ റാങ്കിലേക്ക് എത്തിക്കുക. അപ്പൊ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിക്കുമ്പോൾ 440. ഇനി കൂടെ വന്നിട്ട് 2 വ്യക്തികൾ നമ്മൾ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെക്കൻഡ് റാങ്കിലേക്കാണ് എത്തിക്കുന്നതെങ്കിലോ 450 ആയിരിക്കും. പിന്നെ നമുക്ക് ബൈനറി കിട്ടുന്നുണ്ടാകുക. ലെഫ്റ്റും റൈറ്റിലുള്ള 2 ആൾക്കാരെ. ഞാൻ വീണ്ടും പറയുന്നില്ല, എപ്പോൾ ഓർമ്മിക്കുക, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 വ്യക്തികളെ ആയിരിക്കണം. അതും നമ്മൾ നേരിട്ട് കൊണ്ടുവന്നുള്ള 2 വ്യക്തികളെ ആയിരിക്കണം റാങ്കിലേക്ക് എത്തിക്കേണ്ടത്. കൂടെ വന്നിട്ട് 2 വ്യക്തികളെ 3ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലോ നമുക്ക് അവിടെ നിന്ന് 520 ആയിരിക്കും ബൈനറി മാച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങോട്ടൊക്കെ 520 വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഓരോ പെയർ മാച്ച് ചെയ്യണം. ഇനി 4ാമത്തെ റാങ്കിലേക്ക് സീനിയർ മാർക്കറ്റിംഗ് ഓഫീസറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലോ 2 വ്യക്തികളെ നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ നമുക്ക് 560 ആയിരിക്കും അവിടെ പെയർ മാച്ചിങ് പിന്നെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടാകുക. 5ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 600. പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ബൈനറി മാച്ചിങ്ങിന് 600 വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. ടീമിനെ ബിൽഡ് ചെയ്യുക, ടീമിനെ സപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കുക. നമ്മൾ കൊണ്ടുവന്നാൽ 1 2 3 വ്യക്തികളെ അവരെ ക്യാഷും കമ്മീഷൻ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് അനങ്ങാണ്ട് അവർക്ക് ഒരു ഫോളോ അപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇൻകം നമുക്ക് കിട്ടൂല. വേറെ ഒരു വ്യക്തിയെ പോലും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായ ഫോളോ അപ്പ് കൊടുത്താലൊക്കെ നമുക്ക് ആ പറഞ്ഞ ലെവലിംഗം വരെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി. ഒറ്റ സൈഡ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പോകുന്ന ഒരു നിർബന്ധവും ആ ലെവലിംഗ് എത്തുന്നു. അതാ പറഞ്ഞ ഫോളോ അപ്പ് കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാത്തിലും പറയുന്നതാണ് ടീമിനെ കൃത്യമായിട്ട് കൊടുക്കുക, കൂടെ വന്നില്ല പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി നമ്മൾ പഠിക്കണം ആദ്യം. അപ്പൊ കൂടെ വന്നിട്ടുള്ള 2 വ്യക്തികൾ 5ാമത്തെ റാങ്കിലേക്ക് എത്തിക്കുന്നതോടുകൂടി നമുക്ക് ബൈനറിയും 50% കൂടി തന്നിട്ട് പിന്നെ അവിടെ അങ്ങോട്ടേക്ക് 600 വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ട്. ക്ലബ്ബ് ബോൺസ് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. പിന്നെ റീചാർജിങ് ലെവലിംഗും 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 2% വെച്ചിട്ട് കിട്ടും. നമുക്ക് എത്ര കിട്ടുന്നത്? നമ്മൾ സേവ് ആപ്പ് വെച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ 20% കിട്ടുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡിലൊക്കെ ഫ്രീ ആയിട്ട്, നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ വേറെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഡൗൺലൈനായിട്ട് വരുന്നു. അവരൊക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 20% കിട്ടുന്നതെങ്കിൽ നമുക്ക് 2% വെച്ചിട്ട് 20 ലെവലിൽ നിന്ന് കിട്ടും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു 1,46,800 രൂപ നമ്മൾ ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി നമുക്ക് കിട്ടുന്ന പറഞ്ഞില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്ന സമയത്ത് 20 ലെവലിൽ നമുക്ക് 2,93,000 സംതിങ് രൂപകൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് റീചാർജിലൂടെ. ഇനി ഫാമിലി യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം 0 കോസ്റ്റില് നമുക്ക് ഇതിലേക്ക് വരാൻ വേണ്ടി പറ്റുന്ന അവസരമാണ് ഫ്രീ യൂസർ എന്ന് പറഞ്ഞത്. 1 രൂപയും കൊടുക്കണ്ട. ആക്റ്റീവ് യൂസർ എന്ന് പറഞ്ഞാൽ 4,719 രൂപ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്നവർ ആക്റ്റീവ് യൂസർ എന്ന് പറഞ്ഞു. പിന്നെ 3 വാങ്ങിച്ചു വരുന്നവര്, 3 സേവ് ആപ്പ് വാങ്ങിച്ചു വരുന്നവരെ ഫാമിലി യൂസർ എന്ന് പറഞ്ഞു. ഇതിന്റെ വില എത്രയാണ്? 4,719 × 3 14,157 രൂപയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല കേട്ടോ. പൈസ കൊടുത്ത് 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. കാരണം ഇത് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. ആൾക്കാർക്ക് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 5 6 10 100 എത്ര വേണമെങ്കിൽ ആപ്ലിക്കേഷൻ വാങ്ങിക്കാം. കാരണം നമ്മളെ കുടുംബം സേഫ് ആയിരിക്കണം, മണി മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം.
അതിനുവേണ്ടി നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിൽ വാങ്ങിക്കാം. 3 വാങ്ങിച്ചു വരുന്നവരെ ഫാമിലി യൂസർ എന്ന് പറയുന്നത്. അതിപ്പോ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരാളുടെ പേരിലാണ് വാങ്ങിക്കേണ്ടത്. എന്റെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ അല്ല മക്കളുടെ ഫോണിലോ അല്ല ഫാദറുടെ ഫോണിലോ മദറിന്റെ ഫോണിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ വാങ്ങിക്കേണ്ടത് ഒരാളുടെ പേരിൽ 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു, 3 ഫോണുകൾ ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിന് കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുമ്പോൾ 14,500 പർച്ചേസ് പോയിന്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സേവ് കാട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്ത എമൗണ്ട് എത്രയാണ്? 14,157 രൂപ 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. 14,500 അതിനേക്കാൾ കൂടുതൽ പർച്ചേസ് പോയിന്റ് കിട്ടി. കൂടാത്തതിന് നമുക്ക് 3 വർക്കിംഗ് ID കൂടി ഇവിടെ കമ്പനി തന്നു. 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ നേരത്തെ 1 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ 1 വർക്കിംഗ് ID തന്ന് ഇവിടെ 3 വർക്കിംഗ് ID കൂടി കിട്ടുന്നത്. നേരത്തെ പോലെ റെഫറിംഗോ ലെവലിംഗോ ബൈനറിംഗോ റാങ്കിങ്ങോ ഇതെല്ലാം നമുക്ക് 3 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ട്രിപ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. 3 മടങ്ങായിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ വരുന്നവരാണ് ഫാമിലി യൂസർ എന്ന് പറയുന്നത്. ഫിഗറായിട്ട് ചോദിക്കുക 14,500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നു, 3 ആപ്ലിക്കേഷൻ തരുന്നു, 3 വർക്കിംഗ് ID തരുന്നു, 3 വർക്കിംഗ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം 14,157 രൂപ വീണ്ടും 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 ഒന്നും ചെയ്യുന്നു വേണ്ട ഇവിടെ. അപ്പൊ ഈ സമയത്ത് 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് വരുമ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. 2,000 രൂപ നമുക്ക് തരുന്നുണ്ട്. 14,157 രൂപ കൊടുത്ത് ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ 2,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് പിറ്റേന്നൊക്കെ ബാങ്കിലേക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ട അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി അവിടെ തരുന്നുണ്ട്. 2,000 രൂപ ഹോൾഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികൾക്ക് എത്ര തരുന്നത്? 3,12,000 രൂപ തരും. 14,157 രൂപ കൊടുത്ത് 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുമ്പോൾ 2,000 രൂപ ഹോൾഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികൾക്ക് 3,12,000 രൂപ 3 സമയങ്ങളിലൂടെ കമ്പനി തരുന്നു. 12,000, 60,000, 2,40,000 3 ഘട്ടങ്ങളിലൂടെയാണ് കമ്പനി ഏരിയ എമൗണ്ട് നമുക്ക് തരുന്നത്. ഇതെങ്ങനെയാണ് തരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണോ? അല്ല. നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു, വേറൊരു കമ്മിറ്റ്മെന്റ് നമ്മുടെ കമ്പനി ഇല്ല. കമ്പനി ഇത് തരുന്നത് ഫാമിലി പാക്കേജ് എടുത്ത് വരുന്നവർക്ക് കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. അതില് ക്യൂയിലേക്കാണ്, ഒരു ക്യൂ ആണ് ഉണ്ടാവുക. ആദ്യം വരുന്നവർക്കാണ് ഈ എമൗണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ സിംഗിൾ ലൈൻ വന്നു, ഇതിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വ്യക്തി, ഒന്നാമത് ഫാമിലി യൂസർ ആയിട്ട് നമ്മുടെ കമ്പനിയിലോട്ട് വന്നിട്ടുള്ള വ്യക്തി ഞാനാണെന്ന് കരുതുക. ഞാൻ വന്നതിന് ശേഷം കമ്പനിയിൽ നിന്നും 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുന്നു. മീൻസ് 8 ആൾക്കാർ വന്നിട്ട് 14,157 രൂപയുടെ ഫാമിലി പാക്കേജ് വാങ്ങിക്കുന്നു. അത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള എന്റെ ടീമിലൊന്നും അല്ല. ഞാനിതിൽ 14,157 രൂപ കൊടുത്തിട്ട് 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു. ബാക്കിയുള്ള 14,500 പർച്ചേസ് പോയിന്റ് എനിക്ക് കിട്ടുന്നുണ്ട്, 3 വർക്കിംഗ് ID കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരാളോടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. നോൺ വർക്കിംഗ് ആണ്, ഒന്നാമത് വന്നിട്ടുള്ള ഞാനാണ്. എനിക്ക് ശേഷം കമ്പനിയിൽ നിന്ന് 8 ഫാമിലി പാക്കേജ് വരുന്ന സമയത്ത് ഒന്നാമത് വന്നിട്ടുള്ള 12,000 കൊടുക്കുന്നു. പിന്നെ 8 ഫാമിലി പാക്കേജ് കമ്പനിയിലേക്ക് വരുന്ന സമയത്തോ രണ്ടാമത് വന്നിട്ടുള്ള 12,000 കൊടുക്കുന്നു. പിന്നെ 8 ഫാമിലി പാക്കേജ് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് മൂന്നാമത് വന്നിട്ടുള്ള 12,000. അപ്പൊ 8 ഫാമിലി പാക്കേജ് കമ്പനിയിലേക്ക് വരണം, മാർക്കറ്റിംഗ് നടക്കണം. അത് നമ്മൾ കൊണ്ടുവരണോ നമ്മുടെ ടീമിൽ കൊണ്ടുവരണോ ഒരു നിർബന്ധമില്ല. വേൾഡിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യാം. കാരണം ഒരുപാട് ഭാഷകളുണ്ട്. അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മലയാളം, തമിഴ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാഷകളുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് വാങ്ങിക്കാം. മണി മാനേജർ ആപ്ലിക്കേഷൻ ആണ്. 16ഓളം ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. 3 വർക്കിംഗ് ID കൂടി കിട്ടുന്നുണ്ട്. ഇനി നോൺ വർക്കിംഗ് കൂടി കിട്ടുന്നുണ്ട്. ആൾക്കാർ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യും. അപ്പൊ ഇതിന് വേണ്ടത് എന്താണ്? നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ക്യൂയിലേക്ക് അങ്ങ് കയറി നിൽക്കുക. ഇപ്പൊ ഫാമിലി പാക്കേജ് ഒക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ആ ക്യൂയിലേക്ക് കയറി നിൽക്കുക. ആദ്യം വരുന്നവർക്കാണ് 12,000 കൊടുക്കുന്നത്. ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം നമ്മൾ വന്നു, എനിക്ക് ശേഷം 8 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വന്നതിന് ശേഷം എനിക്ക് 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ വന്നത് എനിക്ക് എന്തുകൊണ്ട് 12,000 കിട്ടിയില്ല. ആ ക്യൂയിലേക്ക് വന്നിട്ട് ആൾക്കാർക്ക് ആദ്യം മുതലുള്ളവർ കൊടുക്കും. അതാണ് പറയുന്നത്. നമ്മൾ വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്ന് നിന്നില്ല. അപ്പൊ അവർക്കൊക്കെ കിട്ടിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ സീനിയോറിറ്റി ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സീനിയോറിറ്റി കൃത്യമായി കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമുക്ക് ഇതിൽ ഏകദേശം ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. 1,300-ലധികം ആൾക്കാർ ഇപ്പൊ ഇതിലേക്ക് വന്നു. 1,300 ആളാണെന്ന് കരുതുക, ഫാമിലി പാക്കേജ് എടുത്ത് വരുന്ന വ്യക്തികള്. ഇതിലിപ്പോ 1,300-ാമത്തെ ആളാണ് ഞാനെങ്കിൽ ഞാൻ വന്നതിന് ശേഷം 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുമ്പോൾ എനിക്ക് മുമ്പേ വന്നിട്ടുള്ള ആൾക്കാർ ക്യൂലുണ്ടല്ലോ, അവർക്കാണല്ലോ ക്യാഷ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഏകദേശം 200ഓളം ആൾക്കാർക്ക് ക്യാഷ് കൊടുത്തു. 200 കൂടുതലായി, 200 കരുതുക. എനിക്ക് ശേഷം 8 ഫാമിലി പാക്കേജ് 1,300 ആയി. 1,300 കഴിഞ്ഞിട്ട് 8 ഫാമിലി പാക്കേജ് വരുമ്പോ എത്രയായി? 1,300
9 ഫാമിലി പാക്കേജ് ആയി ടോട്ടല്. അപ്പൊ 1309 ഫാമിലി പാക്കേജ് 200 ആക്കാന്ന് 12,000 കൊടുത്തെങ്കിൽ 201 12,000 കൊടുക്കും 8 എണ്ണം വരുമ്പോ. പിന്നെ ഒരു 8 എണ്ണം വരുമ്പോൾ 202 12,000 കൊടുക്കും. പിന്നെ ഒരു 8 എണ്ണം വരുമ്പോൾ 203 12,000 അങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ ആദ്യം വരുന്നവർക്ക് ക്ലിയർ തന്നെ വിചാരിക്കുന്നു. അതല്ലാണ്ട് 1301 ആളായിട്ട് ഞാൻ വന്ന് 2 ദിവസം കൊണ്ട് 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ വന്ന് എനിക്ക് 12,000 കിട്ടും. അങ്ങനെ കിട്ടൂല. കാരണം ആദ്യം വന്നിട്ടുള്ളവർക്കാണ് ഇത് കൊടുക്കുക. അപ്പൊ സീനിയോറിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരാഴ്ച കഴിയട്ടെ 1 മാസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1300 1500 2000 3000 ഒക്കെ ആവാൻ വേണ്ടിട്ട് വലിയ സമയമൊന്നും വേണ്ട. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിട്ട് തയ്യാറാകുക. നോൺ വർക്കിംഗ് ആയിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. 12,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 60,000 നമ്മൾ എലിജിബിളായി. പിന്നെ 240,000 ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫാമിലി യൂസറായിട്ട് വരുന്നവർക്ക് 3% റീചാർജിന്റെ ലെവലിംഗ് കൊടുക്കുന്നു. 20 ലെവലൊക്കെ റീചാർജ് നടക്കുന്ന സമയത്ത് ഫ്രീ യൂസർക്ക് 1%, ആക്റ്റീവ് യൂസർക്ക് 2%, ഫാമിലി യൂസർക്ക് 3%. ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഫാമിലി യൂസറായിട്ട് വന്നു. ഞാനൊരു മാക്സിമം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മാത്രം കൊടുക്കുന്നു. കാരണം ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ അവർക്ക് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവർക്ക് 20% ക്യാഷ് ബാക്ക് കിട്ടുന്നു. എനിക്ക് അവർ റീചാർജ് ചെയ്യുമ്പോൾ 3% വെച്ചിട്ട് തരുന്നു 20 ലെവലിൽ നിന്നും. അപ്പൊ ഫാമിലി യൂസറായിട്ട് വരിക, ഫാസ്റ്റ് ആയിട്ട് ഒരു ഫ്രീ കമ്മ്യൂണിറ്റി എപ്പോഴും നമുക്ക് ബിൽഡ് ചെയ്താൽ പോലും എത്ര 4,40,000 രൂപയിലധികം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഈ റീചാർജിലൂടെ മാത്രം. ഇത് CCM എന്ന കമ്പനിയുടെ കോർ കമ്മിറ്റി മെമ്പർ ആവാനുള്ള അവസരം. കോർ കമ്മിറ്റി മെമ്പർ, അതാണ് CCM എന്ന് പറയുന്നത്. അത് ഫാമിലി പാക്കേജ് എടുത്ത് വരുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഒരു അവസരം. ഞാനിപ്പോ 14,157 രൂപത്തിൽ ഫാമിലി പാക്കേജ് എടുത്തിട്ട് ഇന്ന് വന്നതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ ഞാൻ നേരിട്ട് 10 ഫാമിലി പാക്കേജ് കൊണ്ടുവരാം. എന്റെ റെഫറല്, എന്റെ സ്പോൺസറിൽ ഞാൻ 10 ആൾക്കാരെ ഫാമിലി പാക്കേജ് എടുത്ത് 10 ആൾക്കാരെ 90 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ CCM ആയി. 91 ദിവസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ CCM ആവൂല. 90 ദിവസത്തെ ടൈം ഉണ്ട് അവിടെ. അതിനുള്ളിൽ കൊണ്ടുവരാം. നേരിട്ടിട്ട് ഫാമിലി പാക്കേജ് 10 എണ്ണം കൊണ്ടുവരാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ കോർ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ളത് ഒരു കമ്പനിയിൽ 73 ആൾക്കാരാണ് ഇപ്പൊ CCM ആയിട്ടുള്ളത്. ഈ CCM മെമ്പേഴ്സ് കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. മന്ത്ലി കിട്ടുന്ന ഏർണിങ്സിന്റെ 5% എക്സ്ട്രാ കിട്ടും. മന്ത്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി സാലറി അല്ല കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് CCM ആകുന്ന സമയത്ത് നമുക്ക് ഓരോ മാസം എത്ര കിട്ടുന്നതെന്ന്. അതിനായിട്ട് വേറെ ഒരു ഇൻകം കമ്പനിയോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു അതിന്റെ 5% കിട്ടുന്നത്. നമുക്ക് റെഫറൽ ഇൻകം, ബൈനറി ഇൻകം, ലെവൽ ഇൻകം നമ്മുടെ ടീമിനൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകത്തിന്റെ 5% കിട്ടുക. ക്ലിയർ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. CCM മെമ്പർമാർക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഞാനൊരു CCM ആണ്. ഇപ്പം മെയ് മാസത്തിൽ കമ്പനി കാൽക്കുലേറ്റ് ചെയ്തു. ഏപ്രിൽ മാസത്തിൽ ഇപ്പൊ ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി CCM ആണ്. അയാൾ സേവ് ആപ്പിലൂടെ റെഫറൽ ഇൻകം, ബൈനറി ഇൻകം, ലെവലും കയറ്റി എത്ര പൈസയാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് നോക്കും. 50,000 ആണോ, 1,00,000 ആണോ, 1,50,000 ആണോ, എത്രയാണ് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടത്, അതിന് 5% എനിക്ക് തരുന്നു. മെയ് മാസത്തിലാണ് നോക്കുന്നത്. അല്ലാതെ മന്ത്ലി സാലറി അല്ല നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇൻകം നമുക്ക് 5% എക്സ്ട്രാ തരുന്നത്. കിട്ടുന്ന എമൗണ്ടിന്, ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ടിന് 5%. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കിട്ടുന്നത് CCM മെമ്പേഴ്സ് കിട്ടുന്ന ബെനിഫിറ്റ് ഇയർലി ബോണസ്. ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ റീചാർജിന്റെ ലാഭം കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് കമ്പനി കിട്ടുന്ന റവന്യൂന്ന് 10% മാറ്റി വെക്കും CCM മെമ്പർമാർക്ക് വേണ്ടിയിട്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ റീചാർജ്, നമ്മുടെ ടീമിലോ നമ്മൾ ചെയ്യുന്നതല്ല, ടോട്ടൽ കമ്പനിയിലേക്ക് വരുന്ന റീചാർജിന്റെ 10% ലാഭത്തിന് മാറ്റി വെക്കും കമ്പനി CCM മെമ്പർമാർക്ക് വേണ്ടിയിട്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഒരാളോട് സേവ് ആപ്പിനെ കുറിച്ച് പറയുന്നു, ഫ്രീ ആയിട്ടാണ് കരുതുക. അവരെന്ത് ചെയ്യുന്നു? അവർക്ക് എന്തായാലും ഗൂഗിൾ പേ ലാഭമാണല്ലോ. 1.90 2 രൂപ കൊടുക്കുകയും വേണ്ട. ഇവിടുന്ന് കമ്പനി കിട്ടുന്ന ലാഭത്തിൽ 1 രൂപ 2 രൂപ 3 രൂപ ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഒരാൾ ഇവിടെ നോ അറിയില്ല. നമ്മൾ പറയുന്ന ആൾക്കാർ ഓക്കെ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് പറയുന്ന ആൾക്കാർക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഓരോ വീട് നമ്മളൊന്ന് റാങ്ക് കൊടുക്കുക. 2, 3, 4, 5 റീചാർജ് ഒക്കെ ഉണ്ട് ഓരോ വീട്ടിലും. അപ്പൊ ഓൾ ഓവർ ഇന്ത്യയിലൊക്കെ ഇനി വരും നാളുകളിൽ, ഇനി വരും വർഷങ്ങളിൽ, ഒരു 4, 5 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും സേവ് ആപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് വരുന്ന ലാഭം ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എത്ര ലാഭം കമ്പനിയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ കമ്പനി കിട്ടുന്ന ലാഭത്തിന് 10% കൊടുക്കുന്നത് CCM മെമ്പർമാർക്ക് വേണ്ടി. നിലവിൽ ഇപ്പൊ 73 ആൾക്കാരാണ് CCM ആയിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ലക്ഷങ്ങളും കോടികളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു 14,157 രൂപ കൊടുത്തിട്ട് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി ഉപകരിക്കുന്ന 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, സേവ് ആപ്പ് വാങ്ങിച്ചു. 90 ദിവസത്തെ സമയമുണ്ട്. 10 ഫാമിലി യൂസർമാരെ നമ്മൾ കൊണ്ടുവരും. 10 ആൾക്കാർക്ക് ഈ ഒരു അവസരം കൂടി കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ. അതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും CCM മെമ്പർമാർക്ക്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക്
കയറി നിൽക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ഒരു കാരണവശാലും ലേറ്റ് ആക്കിയത് ഈ 90 ദിവസം കളയരുത്. ഫാമിലി പാക്കേജ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ളവർ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈമൊന്നും കിട്ടൂല. ഈ 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മള് CCM ആവാൻ വേണ്ടി നോക്കാം. പിന്നെ DCM ഉണ്ട്, കമ്പനി ഡയറക്ടർ മെമ്പറിലേക്കും അതുപോലെ ഓണർഷിപ്പിലേക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും മീറ്റിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ സേവ് കാർഡ് നമുക്ക് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ജബോങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്കുണ്ട് സേവ് കാർഡ് ഡോട്ട് എന്നൊരു ബീറ്റ വർഷം നിലവിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 10-20 ദിവസം കണ്ട് ആയിട്ടുള്ളൂ. പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിലുള്ള പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇനി വരും മാസങ്ങളിൽ 1-2-3 മാസമൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് വരുന്നുണ്ട് ഇതിന്റെ. ഇപ്പൊ നിലവിലൊരു ലോഞ്ചിങ് കഴിഞ്ഞു, ബീറ്റ വേർഷൻ നമുക്കിപ്പോ നിലവിലുള്ളത്. ഒഫീഷ്യലായി ലോഞ്ചിങ് വരുന്നത് ഡിസംബറിലാണ്. ഒരു ഗംഭീര പരിപാടിയായിരിക്കും അന്ന് ഉണ്ടാകാം. ഒരുപാട് 1000-ലധികം പ്രൊഡക്റ്റുകൾക്ക് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ആകുന്നുണ്ടാവും. ഇപ്പൊ ഗ്രോസറി ഐറ്റംസ് ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ആവും. ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മുതലേ ഞാൻ പറയുന്ന പർച്ചേസ് പോയിന്റ് ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് 500 പർച്ചേസ് പോയിന്റ്, അതുപോലെ തന്നെ ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്ന സമയത്ത് 4500 പർച്ചേസ് പോയിന്റ് ആകുന്നുണ്ട്. പിന്നെ ഫാമിലി യൂസർ ആയിട്ട് വരുമ്പോൾ 14500 പർച്ചേസ് പോയിന്റ്. ഈ പോയിന്റ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്തു 7 ദിവസത്തിനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ പെർമനന്റ് ആയിട്ട് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് മുഴുവൻ പോയിന്റുകളും കിട്ടൂ. ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ 4719 ആപ്ലിക്കേഷൻ വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് 4500 പർച്ചേസ് പോയിന്റ് ആവുന്നുള്ളൂ. അത് ഈ 7 ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. 14 ദിവസം കൊണ്ടാണ് ഞാൻ ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിലോ ഈ പോയിന്റ് നേരെ പകുതിയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. കാരണം ഒരുപക്ഷെ പൈസയുടെ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾ ആക്ടിവേഷൻ ചെയ്യാതിരിക്കുന്നുണ്ടാകുക. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഡിലേ ആക്കി നമ്മൾ വെച്ചു. അപ്പൊ 14 ദിവസം കൊണ്ടാണ് ആക്ടിവേഷൻ ചെയ്തെങ്കിൽ നമുക്ക് പോയിന്റ് നേരെ പകുതിയാവും. ഇനി 14 ദിവസം കൊണ്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ വാങ്ങിച്ചില്ല പെർമനന്റ് ആയിട്ട്, 20 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞോ 50 ദിവസം കഴിഞ്ഞാൽ ചെയ്യുമെങ്കിലോ പിന്നെ ഈ പർച്ചേസ് പോയിന്റ് നമുക്ക് കിട്ടൂല. പർച്ചേസ് പോയിന്റ് നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും. പർച്ചേസ് പോയിന്റ് കിട്ടും ആർക്ക്? നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പോൺസർ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്പോൺസർക്ക് ഒരു 500 പർച്ചേസ് പോയിന്റ് കൊടുക്കും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് ഒരു കാരണവശാൽ നമ്മൾ ഇവിടെ ഡിലേ ആക്കാൻ വേണ്ടി പാടില്ല. പർച്ചേസ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി യൂസ് ആയിട്ട് വരുമ്പോൾ കൊടുക്കുന്ന എമൗണ്ടിലാണ് 3 ആപ്ലിക്കേഷന് 14,957 രൂപ. 14,500 പർച്ചേസ് പോയിന്റ് കിട്ടും. അതിനേക്കാൾ കൂടുതൽ പർച്ചേസ് പോയിന്റ് 14,500 രൂപക്ക് തുല്യമായിട്ട് പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ഒരു പർച്ചേസ് പോയിന്റ് 1 രൂപക്ക് തുല്യം തന്നെയാണ്. നമ്മളിവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പർച്ചേസ് പോയിന്റ് നഷ്ടപ്പെടുത്തരുത് ഒരു കാര്യം. പിന്നെ നമ്മൾ സീനോട്ട് നഷ്ടപ്പെടും. ഫാമിലി പാക്കേജ് എടുത്ത് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് അതിലേക്കൊക്കെ കയറി നിൽക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റീചാർജിന്റെ കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്ന പറഞ്ഞില്ലേ, ആൾക്കാർക്ക് റീചാർജ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ ടീമിലൊക്കെ നടക്കുന്ന ബിസിനസ് ആൾക്കാരൊക്കെ സേവ് കാട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫ്രീ യൂസറെ കൊണ്ടുവന്ന് അവരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീ യൂസർ ആണെങ്കിൽ 1% വെച്ചിട്ട്, ആക്റ്റീവ് യൂസർക്ക് 2%, ഫാമിലീസിക്ക് 3% വെച്ചിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ കൂടെ വന്നിട്ടുള്ള ഒരാൾക്ക്, നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന ഒരാള് സേവ് കാർഡും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഒരു 2000 രൂപയുടെ ഷർട്ടോ അല്ല 1500 രൂപയുടെ ഷർട്ടൊക്കെ വാങ്ങിക്കുന്നതെങ്കിൽ കമ്പനിക്ക് ഒരു 100 രൂപയാണ് ലാഭം കിട്ടിയതെങ്കിൽ അതിന് 20 രൂപ സ്പോൺസർ കിട്ടുന്നുണ്ട്, 20% മാറ്റി വെക്കുന്നുണ്ട്. അപ്പോ റീചാർജിന്റെ എത്രയോ മടങ്ങ് ഇൻകം ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് സേവ് കാർഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കമ്പനി അതിൽ നിന്ന് നമുക്ക് വരുമാനം മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് ഇൻകം നമുക്ക് ഇതിലൂടെയും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഒരു കാരണവശാലും പോയിന്റ് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രജിസ്റ്റർ ചെയ്തോ, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ആക്ടിവേഷൻ ചെയ്ത് ഈ പോയിന്റുകൾ മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം പഠിക്കാൻ വേണ്ടിയിട്ട് 3 ടൈം മീറ്റിംഗ് കിട്ടുന്നുണ്ട്, സൂം മീറ്റിംഗ്. അതൊന്നും വേണ്ട, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ പ്ലാനും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. യൂട്യൂബിൽ നമുക്ക് ചാനൽ ഉണ്ട്, ബിസിനസ് പോയിന്റ്. അവിടെ നിന്ന് നമ്മുടെ സൂമിന്റെ റെക്കോർഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട്. അതല്ലെങ്കിൽ കമ്പനി പോയിട്ട് വിസിറ്റ് ചെയ്യാം. ഒരു കാരണവശാലും നമ്മൾ ലേറ്റ് ആയിട്ട് ഈ പർച്ചേസ് പോയിന്റ് കളയരുത്. ഒരു പോയിന്റ് 1 രൂപക്ക് തുല്യം തന്നെയാണ്. അതുപോലെ തന്നെ സീനിയോറിറ്റി ആദ്യം വരുന്നവർക്കാണ് നമുക്ക് 12,000 60,000 ഒക്കെ കിട്ടുന്നത്. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലേറ്റ് ആയിട്ട് നമ്മൾ ഈ മീറ്റിംഗിലേക്ക് വന്നിട്ടുള്ളവരെങ്കിൽ ഞാൻ ആദ്യം മുതൽ കമ്പനിയെ കുറിച്ച് പറഞ്ഞുതരാം. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. കമ്പനിയുടെ MD രാമചന്ദ്രൻ പാലിശ്ശേരി, അദ്ദേഹം വടക്കാഞ്ചേരി, തൃശ്ശൂരുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു IT മേഖലയിൽ 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിലവിൽ കമ്പനി 26 വർഷം കഴിഞ്ഞ് 27ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു.
കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ലീഗൽ പർപ്പസും കമ്പനിയിൽ അവൈലബിൾ ആണ്. മൈ സേവിംഗ് ഡോട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 27 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് ആണ്, IT കമ്പനിയാണ്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും അതല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ അടങ്ങിയ ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ്, നമുക്ക് തരുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് 3 വിധത്തിലേക്ക് കടന്നവരാണ് പേര് ഞാൻ പറഞ്ഞിട്ടാണ്. ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലീസിൽ ഒരു ഉപകരണം കൊടുക്കാണ്ട് വന്നാൽ പോലും ലക്ഷങ്ങളും കോടികളും നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം നല്ല മഴയാണ് പുറത്തൊക്കെ. മറ്റുള്ള MLM കമ്പനികളൊക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് വീട്ടിലോട്ട് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കണം. കുട്ടികൾക്ക് ഇപ്പൊ പള്ളിയിലൊക്കെ പറഞ്ഞാൽ സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂൾ അയക്കണ്ട, സ്കൂളൊക്കെ തുടങ്ങി അതിനും ബുദ്ധിമുട്ടാണ്. ഒക്കെ കഴിഞ്ഞിട്ട് വേണം MLM കമ്പനികൾ മറ്റുള്ള പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞത്. കമ്പനികൾ ഒരു കാരണവശാലും മോശമായപ്പോൾ നല്ല കമ്പനികൾ, ബെറ്റർ കമ്പനികൾ ഇപ്പൊ നിലവിലുണ്ട്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് സാധനങ്ങൾ ഔട്ട്ലെറ്റ് പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാഗിലെടുത്തിട്ട് വണ്ടിയിലോ അല്ലെ ബസ്സിലോ ഒക്കെ കയറിയിട്ട് ഓരോ വീടുകൾ കയറിയിട്ട് ഇറങ്ങണം. മഴയോ വെയിലോ ഒന്നും നോക്കാതെ. അങ്ങനെ ആയിരിക്കും നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് വെയിലത്ത് ഇറങ്ങണ്ട, മഴയത്ത് ഇറങ്ങണ്ട, ഒന്നും വേണ്ട. വീട്ടിലിരുന്നു കൊണ്ട് ഡിജിറ്റലാണ്. ആൾക്കാരെ സൂം മീറ്റിങ്ങുകളൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. കമ്പനി നമുക്ക് ലാഭം തരുന്നു. എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും സാധനം എടുത്തിട്ട് ഒരു സ്ഥലത്തും പോകണ്ട. കണ്ണൂരിലെ എനിക്ക് കാസർഗോഡുള്ള ആൾക്കാർക്കോ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കോ ഇനിയിപ്പോ ഡൽഹിയിലെ ആൾക്കാർക്കോ ഗൾഫിലെ ആൾക്കാർക്കോ എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നു, അത് രജിസ്റ്റർ ചെയ്യുന്നു, അവർ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ലാഭം തരുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒന്നും ഇതിൽ വരുന്നില്ല. 0 കോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലോ അത് ആപ്ലിക്കേഷൻ വാങ്ങിക്കണം. പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി തരുത്താണ്. അത് ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് ഉണ്ടാക്കലല്ല. ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്.